ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളെ തൊട്ട നൈബർ അടുത്തേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കുക്കിംഗ് അവിടെ നിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ നമുക്ക് അവരെ വീടും കാണാം, ചെമ്മീൻ ബിരിയാണിയും കഴിക്കാം. അപ്പോൾ ഇതാണ് രഞ്ജിത്തേട്ടനും സൂര്യയും, അവരുടെ മകൻ ദക്ഷ്. അപ്പോൾ ഇവിടെയാണ് സുധാമ ഉള്ളത്. സൂര്യൻ്റെ അമ്മയാണ് സുധാമേനെ എല്ലാവർക്കും നല്ല പരിചയമായിരിക്കുമല്ലോ, വീഡിയോയിൽ മുന്നേ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട്. ബിരിയാണി റെഡിയാണ്, ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിടണം. അപ്പോൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുതിർത്തിടണം. ഇതിപ്പോൾ 1/2 കിലോ ചെമ്മീനാണുള്ളത്, വലിയ ചെമ്മീനാണ്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണത്. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ. നമുക്ക് ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ആദ്യം ചെയ്യുന്നുണ്ട്. അത് അണ്ടിപ്പരിപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരി ഇതുപോലെ ചെയ്യാം. എന്നിട്ട് വരുന്ന ആ എണ്ണയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വിചാരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. വളരെ ഈസിയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുരട്ടി വെച്ച ചെമ്മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് മാറും ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കണം. ഞാനൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കണം നമ്മുടെ ഉള്ളി. ഉള്ളീൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റവിൽ വെക്കാം. അടുത്ത സ്റ്റവിൽ നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസിലേക്ക് വേണ്ട ഏലക്കായ, പട്ട, ഗ്രാമ്പു, സ്റ്റാർ, പിന്നെ ബേ ലീഫും
ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഞാൻ ഇടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതായത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഇവിടെ ഒരു 7 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 ഗ്ലാസ്സാണ് എടുക്കുന്നത്, 1 ഗ്ലാസ്സും കൂടെ എക്സ്ട്രാ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഒരുപാട് കുക്കാവുകയൊന്നുമില്ല, എന്നാൽ കറക്റ്റ് വേവാവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് നോക്കാം. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് കറക്റ്റാക്കിയതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ എൻ്റെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പൊക്കെ കറക്റ്റാക്കി, ഉപ്പൊക്കെ ഒരു തരി മുന്നിലേക്ക് നിൽക്കണം നമ്മൾ വെള്ളത്തിൽ ഉപ്പ്, എന്നാലേ ചോറിൽ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി അപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇത്രയും ഞാൻ ഒരു ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിനി ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അത് കാരണം നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, എരിവ് ഒരുപാട് കൂടുതലായി പോവും. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കേട് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി വേവാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതുപോലെ ഞാനിതിൽ കേട് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, അതാണ് വീഡിയോയിൽ അതില്ലാത്തത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇനി ഇടാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെമ്മീനിട്ട് മസാലയൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ എത്തിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്ക് വെക്കാം. നമ്മുടെ ചോറ് ആയോന്ന് ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് അടച്ച് വയ്ക്കുക തന്നെയാണ്. അത് നല്ലപോലെ കുക്കാവട്ടെ. നമ്മൾ ഇളക്കി അടച്ച് വെച്ച ചെമ്മീൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായി അവസ്ഥ എന്ന്. എന്നിട്ട് നമുക്കിത് ഓഫാക്കിയിടാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് ആയി ഇത് അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതിനി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കി ഇടാം. നമ്മുടെ ചോറൊന്ന് തുറന്ന് നോക്കാം കുക്കായോ എന്ന്. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്, എന്നാലും വെള്ളം വറ്റാൻ ഇനിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെള്ളം വറ്റുന്ന വരെ ഇനിയൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ച് വെക്കണ്ട, വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചോറിപ്പോൾ നല്ല പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിനി ഓഫാക്കിയിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി വറവിടാൻ വേണ്ടി എടുക്കണം. അപ്പോൾ വെല്ലുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് നെയ്യിലും വാട്ടിയെടുക്കണം. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയാണ്. പ്രോൺസൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. മസാല റെഡിയാണ്. അതേപോലെ നമ്മുടെ റൈസ് റെഡിയാണ്. നമുക്കിനി ഇത് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അടിയിലൊരു ദോശക്കല്ല് വയ്ക്കാം. അതിൻ്റെ മേലെ നമ്മൾ ദമ്മിടാൻ വെക്കുന്ന പാത്രം. അപ്പോൾ സ്റ്റവ് ഓണാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാല ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 2 ലെയർ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. എന്നിട്ടിത് ഒരു 5-10 മിനിറ്റ് സ്റ്റവ് ഓണാക്കിയിട്ട് ദമ്മിട്ടു. അതിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത്. നമ്മുടെ ചെമ്മീൻ ബിരിയാണീൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ദമ്മിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെക്കണം. അപ്പോഴേക്കും നമുക്ക്
ഇവരുടെ വീടൊന്ന് കാണാം. ഞാൻ ചെറിയൊരു ഹോം ടൂർ പോലെ അവരെ വീട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ ദാ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ച് തുറന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം വീഡിയോ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ. ഞാൻ വീഡിയോയിലില്ല, വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം.